ഹായ് ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അനുജ 5. അപ്പോൾ ഇന്ന് ഞാൻ നിൽക്കുന്നത് എൻ്റെ സ്വന്തം സ്ഥലമായ തിരുവനന്തപുരത്തെ നെടുമങ്ങാടാണ്. ഇന്നിവിടെ ഞങ്ങളുടെ നെടുമങ്ങാട് ഒരു പ്രാദേശിക ഉത്സവം നടക്കുകയാണ്. എന്തായാലും ഞാൻ നിങ്ങളെ ഞങ്ങളുടെ ആ ഉത്സവ കാഴ്ചകളിലേക്ക് കൂട്ടിക്കൊണ്ടു പോവുകയാണ്. എല്ലാവർക്കും സ്വാഗതം. വളരെ പ്രസിദ്ധമായ നെടുമങ്ങാട് അമ്മൻകൊട ഉത്സവം കാണേണ്ട കാഴ്ച തന്നെയാണ്. വേണാട് ചരിത്രവുമായി കെട്ടുപിണഞ്ഞു കിടക്കുന്ന നെടുമങ്ങാട് അമ്മൻകൊട കുത്തിയോട്ട മഹോത്സവത്തിന് കൊടിയേറിയിരിക്കുകയാണ്. 3 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള മുത്താരമ്മൻ, മുത്തുമാരിയമ്മൻ, മേലാങ്കോട് ദേവീക്ഷേത്രങ്ങളിലെ ഉത്സവമാണ് വളരെ പ്രസിദ്ധമായ ഈ നെടുമങ്ങാട് ഓട്ടം. ഇന്നിപ്പോ മൺഡേ ആണ്. നാളെ മാർച്ച് 12 ട്യൂസ്ഡേ 10,000 പങ്കെടുക്കുന്ന നെടുമങ്ങാട് താലൂക്കിലെ ഏറ്റവും വലിയ ആഘോഷങ്ങളിലൊന്നായ അമ്മൻകൊട ഓട്ടം. തിരുവിതാംകൂർ ഭരിച്ചിരുന്ന ഉമയമ്മ റാണിയുടെ കാലഘട്ടവുമായി ബന്ധപ്പെട്ട് വരുന്നതാണ് ഓട്ടത്തിന്റെ ചരിത്രം. ഒരിക്കൽ റാണിക്ക് കലശലായ രോഗം പിടിവന്ന് കിടക്കവേ തമിഴ്നാട്ടിൽ നിന്നെത്തിയ ഒരു സിദ്ധവൈദ്യൻ റാണിക്ക് മരുന്ന് നൽകി സുഖപ്പെടുത്തി. അതിന്റെ നന്ദി സൂചകമായിട്ട് റാണി കൊട്ടാരത്തിനടുത്തായി അദ്ദേഹത്തിന്റെ കുലദേവതയെ പ്രതിഷ്ഠിക്കാനായിട്ട് അനുവാദം നൽകി. അതോടൊപ്പം നെടുമങ്ങാട് കൊട്ടാരത്തിന്റെ നിർമ്മാണത്തിലും കാവൽ ജോലിയിലും ജാഗ്രത പുലർത്തിയിരുന്ന മറ്റ് 2 വിഭാഗങ്ങൾക്കു കൂടി ക്ഷേത്ര നിർമ്മാണത്തിന് അനുമതി നൽകി. അങ്ങനെ നെടുമങ്ങാട് കൊട്ടാരത്തിന്റെ തെക്ക് ദിശയിൽ സ്വർണ്ണപ്പണിക്കാരും ശില്പകലാ വിദഗ്ധരുമായ തമിഴ് വിശ്വകർമ്മജരും, പടിഞ്ഞാറ് കച്ചവടത്തിന്റെയും കാര്യസ്ഥപട്ടത്തിന്റെയും ഒക്കെ കാര്യങ്ങൾ നോക്കിയിരുന്ന വെള്ളാള സമുദായത്തിന്റെയും, ഇനി വടക്കു ഭാഗത്ത് രാജ്യസുരക്ഷയിൽ ഏർപ്പെട്ടിരുന്ന നായർ സമുദായത്തിനും ക്ഷേത്രങ്ങൾ പണിതു. ഈ ക്ഷേത്രങ്ങളാണ് ഇന്ന് വളരെ പ്രശസ്തമായ മുത്തുമാരിയമ്മൻ, മുത്താരമ്മൻ, മേലാങ്കോട് ദേവീക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങൾ. ഈ ദേവീക്ഷേത്രങ്ങളെല്ലാം തന്നെ അതാത് സമുദായത്തിന്റെ പരിധിയിലാണെങ്കിലും ഇപ്പോഴും ആഘോഷങ്ങളെല്ലാം നെടുമങ്ങാട് ഒരു ദേശീയ ഉത്സവമായിട്ട് തന്നെയാണ് നടക്കുന്നത്. 3 ഒരേ സമയം ചമയം, ഉത്സവം, എഴുന്നള്ളത്ത് ഒക്കെ നടക്കുന്നത് ഒരേ സമയത്ത് തന്നെയാണ്. അങ്ങനെ ഒത്തൊരുമയുടെ ഒരു ആഘോഷം തന്നെയാണ് നെടുമങ്ങാട് ദേശീയ ഉത്സവമായ അമ്മൻകൊട മഹോത്സവം. മുത്താരമ്മ, മുത്തുമാരിയമ്മ ക്ഷേത്രങ്ങളിലെ മൂലവിഗ്രഹം സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്ടിലാണ്. അതുകൊണ്ട് തന്നെ തമിഴ് അനുഷ്ഠാന കലകൾക്ക് ഏറ്റവും സ്വാധീനമുള്ള ഉത്സവം കൂടിയാണിത്. തമിഴ്നാട്ടിൽ നിന്ന് ഒരുപാട് പേര് ഇവിടെ എത്തിച്ചേർന്നിട്ടുമുണ്ട്. ഈ 3 ക്ഷേത്രങ്ങളിലെയും പ്രധാന ഉത്സവം നടക്കുന്നത് കുംഭമാസത്തിലെ അവസാന ചൊവ്വാഴ്ചയാണ്.
അങ്ങനെ ഞങ്ങൾ കുറച്ച് സമയം ഇവിടെ ഒന്ന് ചുറ്റിയൊക്കെ കറങ്ങി കുറച്ച് റൈഡ്സിലൊക്കെ ലക്ഷ്മിക്കുട്ടിയെ കയറ്റിയതിന് ശേഷം ഞങ്ങൾ പോവുകയാണ്. നാളെ സ്കൂളുണ്ട്, എനിക്ക് സ്കൂളുണ്ട്. പക്ഷെ നെടുമങ്ങാട് സ്കൂളിനും ഒക്കെ പ്രാദേശിക അവധി നൽകിയിട്ടുണ്ട്. അത് കാരണം ഇവർക്ക് സ്കൂളില്ല. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. മാക്സിമം സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരയ്ക്കും ബൈ.